എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള 500 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഉപ്പ് പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് സമയമൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ പനീർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഈ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, പക്ഷേ അടി പിടിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞു വരുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കും. ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 4 സ്പൂണ് തക്കാളി സോസും 1 സ്പൂണ് സോയാ സോസും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി യോജിപ്പിക്കുക. ഇനി ഉപ്പ് വേണമോ എന്നൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഉപ്പും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടി നമ്മളൊരു ഇത്തിരി പഞ്ചസാര, ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കലക്കി വെച്ച കോൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. എന്നാലേ ഈ ഗ്രേവി തിക്കായിട്ട് വരുള്ളൂ. ഇപ്പോൾ അതാ ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ച പനീർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കുറച്ച് ഗ്രേവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ ഇത് വല്ലാതെ നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചിട്ട് തിക്കാക്കി എടുക്കണ്ട. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്കാവണം എന്നുള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് കുറച്ച് കോൺഫ്ലവർ കുറച്ചൊഴിച്ചിട്ട് നമുക്ക് എടുക്കാം. അതിന് ശേഷം ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.